അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിനെയും രാജാഷിനെയും കാണാനില്ലാത്ത വിവരം ഏറെക്കുറെ നാട്ടിലാകെ പാട്ടായി എന്ന് തന്നെ പറയാം. ഉമ്മ ആരെങ്കിലും അറിയുമെന്ന് കരുതി ഭയന്നു. പിന്നീടാണ് അറിഞ്ഞത് തൻ്റെ മരുമകൾ ഒരു ഹിന്ദു ചെക്കൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം. ആ ഒരു വിവരം ആരൊക്കെയോ വന്ന് പറഞ്ഞു എൻ്റെ കുട്ടിയോട് ഇത് പറയില്ല, നിങ്ങൾ എൻ്റെ കുട്ടി ഹൃദയം പൊട്ടി മരിച്ചു പോകും. ഇല്ലമ്മ, ഞങ്ങൾ പറയില്ല. കാണാനില്ല എന്തൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ പറഞ്ഞു ഏതൊരു ചെക്കൻ്റെ കൂടെ പോയിക്കണമെന്നുള്ളത്. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിലായിരുന്ന ഷെജിലിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണെന്ന് കൂട്ടുകാരൻ വന്നപ്പോൾ അതും പറഞ്ഞു. എടാ, നിനക്കറിയില്ലേ ആ ഷെഫി ഉസ്താദ് എന്ന് പറയണേ നിൻ്റെ ആദ്യത്തെ ആളിലടാ, പോയി, രണ്ടാളും പോയി. നിമിഷങ്ങൾക്കകം അവന് വല്ലാത്തൊരു ഷോക്കായി മാറി. അതെ, തൻ്റെ മനസ്സ് വേദനിച്ചതിലേറെ അവന് വേദന വന്നത് ഷെഫി ഉസ്താദിനെ ആലോചിച്ചിട്ടായിരുന്നു. സീനത്ത് പോണെങ്കിൽ പൊയ്ക്കോട്ടെ, അവൾ ഒരിക്കലും നന്നാവാത്ത അവൾ പോട്ടെ. പക്ഷേ ആ ഉസ്താദിനോട് റബ്ബേ ഇതെങ്ങനെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവോ? അവരും ഉമ്മക്ക് പറഞ്ഞത് അറിയിക്കേണ്ടെന്നൊക്കെ തന്നെയാണ്. എന്തൊക്കെ തന്നെയാണ്, പാവല്ലേ, ഒരു സ്ത്രീയാണത്. ആ ഉസ്താദാണെങ്കിൽ വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ഒരു ഉസ്താദ്. റബ്ബേ, ഇങ്ങനത്തെ പാവങ്ങൾക്കാണല്ലോ ഇങ്ങനത്തെ വിധി കൊടുക്കുന്നത്. എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു വിഷമമായി. ഒരു നിമിഷം അവൻ ഡിസ്ചാർജ് ചെയ്യുന്ന ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്തായാലും ദുനിയാവിൽ ഒരുപാട് പരീക്ഷണങ്ങളെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരില്ലേ? എന്താ ഷെജില ഈ പറയണത്? അതെ ഉമ്മ, ഈ ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും പരീക്ഷണങ്ങളായിരിക്കും, ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട്. മോൻ എന്താ പറഞ്ഞത്? ഉമ്മയോട് അത് പറയാൻ അവനക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. മോനെ, അവരെന്താ നേരത്തെ വന്ന് പറഞ്ഞത്? ഉമ്മ, അത് അവൻ പറയാൻ മടിച്ചു. ഉമ്മയോട് പറഞ്ഞ്, എന്തിനാണ് ഒരാളുടെ ഉഴവ് മറച്ചു വെച്ചാൽ അള്ളാഹു അവരുടെ 1000 ഉഴവ് മറച്ചു വെക്കുമെന്നാണല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള കാര്യം അവന് വിചാരിച്ചു. അന്ന് ഡിസ്ചാർജ് കഴിഞ്ഞ് വീട്ടിലേക്കെത്തി ഫോൺ എടുത്ത് നോക്കി. എന്നാൽ ഷെഫി ഉസ്താദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമില്ലെന്നൊക്കെ പറഞ്ഞു കേട്ട് സുഖമായോ? ഉസ്താദേ, അൽഹംദുലില്ലാ, മാറ്റമുണ്ട്, ഡിസ്ചാർജായി. പാവം, ഇത് ഇന്നലെയോ മിഞ്ഞോന്നോ അയച്ച മെസ്സേജാണ് തോന്നുന്നു. വാട്സപ്പ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു, റീചാർജ് ചെയ്തിട്ടില്ലായിരുന്നു. പഠിച്ചോനെ, പാവം ആ ഒരു ഉസ്താദ് എന്തൊരു നല്ല ഉസ്താദായിരുന്നു. ഇതെങ്ങാനും അറിഞ്ഞാൽ, അറിയാത്ത രീതിയിൽ അതാ ഷെഫി ഉസ്താദിന് മെസ്സേജ് അയക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാ, സുഖല്ലേ? റാഹത്തായോ? ഞാൻ വീഡിയോ കോൾ ചെയ്യാം, ഒന്ന് കാണാലോ. അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് അതോ ഒരു വീഡിയോ കോൾ ചെയ്യുന്നു. അതെ, കൂട്ടുകാരൻ, തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്ന് തന്നെ അവനെ വിളിക്കാം. അവൻ്റെ ശരീരത്തിലും തലയിലൊക്കെ ആയിട്ട് മുറിവുകൾ ആകെ കെട്ടിയ നിലയിലൊക്കെ. സാരലെല്ലാം റാഹത്തായി മാറട്ടെ, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. പാവം അപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് അതാ അവൻ്റെ കൂടെ, ആ രാജേഷിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളതെന്ന്. എൻ്റെ ആദ്യത്തെ പെണ്ണ് ഫർസാനെയും അവൻ തന്നെ തട്ടിയെടുത്തു. ഇപ്പോഴിതാ കെട്ടിയ ഭാര്യയെയും. റബ്ബേ, എന്നോട് എന്തിനാണ് ഈ പക എന്നൊരു പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും. ആ നിമിഷം തന്നെ അതാ ഷെജില് പറയുന്നു, ഷെഫി ഉസ്താദേ, ഞാൻ ഒരു കാര്യം പറ. എന്താടാ? എന്ത് കാര്യം? അല്ല, നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ? എന്നോട് എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിരുന്നു, പക്ഷേ എന്നോടൊന്നും കാര്യമായിട്ടൊന്നും എന്തെങ്കിലും ഒന്നുമില്ല ഷെഫി ഉസ്താദേ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ, നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ, അതുകൊണ്ട് നോ പ്രോബ്ലം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കണം, അള്ളാഹ് പഠിച്ചോനെ റഹ്മാനെ, എല്ലാം നിൻ്റെ വിധി പോലെയാണല്ലോ എന്ന്. മോനെ, നീ എന്താ പറയുന്നു? ഒന്ന് തെളിച്ച്. ഉസ്താദേ, എന്നാൽ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. പഠിച്ചോനെ, ഉമ്മ കരയുകയായിരുന്നു. അല്ലാഹ്, ഉമ്മാക്ക് ഫോൺ എടുക്കുവാൻ കഴിയുന്നില്ല. വീണ്ടും വിളിക്കുന്നു. ഹലോ മോനെ. വലൈക്കും അസ്സലാം. ഉമ്മ, എന്ത് സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നു? ഒന്നുമില്ല മോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖമല്ലേ? ആ ഉമ്മ, സുഖമാണ്. അല്ല ഉമ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളെ വീട്ടിൽ? മോനെ, എന്ത് പ്രശ്നടാ? എനിക്കൊന്നും അറിയില്ല.
ഓളവിടെ പോയതല്ല ഓളെ വീട്ടിക്ക്. ഉമ്മ എന്നോട് ഓൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോയതാണോ? ആ ഒരു മകൻ്റെ ദയനീയമായ ചോദ്യത്തിന് മുമ്പിൽ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി. പൊന്നു മോനെ, ഉമ്മ സീനത്തിന് എന്നെ വേണ്ടേ? ഓളിനെ ഉപേക്ഷിച്ച് പോയോ? എന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് പോയതാണോ? തെറ്റിപ്പോയതാണോ? മോനെ അറിയില്ലടാ. അല്ല, ഓളെ ആങ്ങളെ ഇന്നലെ വിളിച്ചിരുന്നു. ഞാനിപ്പോൾ എന്താ സംഭവം? ഉമ്മ എന്തുണ്ടെങ്കിലും തെറ്റ് നന്നാക്കി കൊണ്ടുവരാന്ന് പറയും. നമ്മളെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് ഉമ്മ. അതുകൊണ്ടാണ് മോനെ. ഉമ്മ എന്തുണ്ടെങ്കിലും മാപ്പ് പറയാമെന്ന് പറയും. നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റനോട് മാപ്പ് പറയാം. അവളോട് തിരിച്ചു വരാൻ പറയുമ്മ. ഞാൻ അവളെ വിളിച്ചത് കിട്ടായിട്ടാണ്. എന്നെ ബ്ലോക്ക് ചെയ്തേക്കാണ്. എന്തിനെനിക്കറിയില്ല. മോനെ സാരല്ലടാ, പോണോലാണ് പോട്ടെ, നമുക്ക് വേറെ നോക്കാം. ഉമ്മ നിങ്ങൾ എന്തീ പറയുന്നത്? എൻ്റെ കുഞ്ഞുണ്ട് അവളെ വയറ്റിൽ. എൻ്റെ കുഞ്ഞുണ്ട്. ഉമ്മ എന്താ പറയുന്നത്? മോനെ പോണോളാണ് പോട്ടെ, കുഞ്ഞുങ്ങൾ നമുക്ക് ഇനി അള്ളാഹു നൽകും. പോണോളാണ് പോട്ടെ. ഉമ്മാക്ക് ഇത് എന്നോട് എങ്ങനെ പറയാൻ കഴിയുന്നു? ഉമ്മ പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി അതിനെക്കുറിച്ച് ഇനി ആലോചിക്കണ്ട. ഉമ്മ പറയല്ലേ ഉമ്മ, ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയതാണ് ഉമ്മ ഒരു കുഞ്ഞിനെ. അതുണ്ടായിട്ട് മോനെ ഞാൻ പറഞ്ഞില്ല, പോണവരാണ്ട് പോയിക്കോട്ടെ. അങ്ങനെ ഒരു പെണ്ണിനെ എൻ്റെ കുട്ടിക്ക് വേണ്ട. ഉമ്മയുടെ ആ ഒരു ശബ്ദമുയർത്തിയുള്ള സംസാരം കേട്ട് ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. ഇല്ല, ഇതുവരെ എൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ഉമ്മാക്ക് എന്ത് പറ്റിയത്? ഉമ്മ എന്തുമ്മ പറ്റിയത്? ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? പൊന്നുമോനെ ഞാൻ പറഞ്ഞല്ലോ, അവളെ വേണ്ട, നമുക്ക് വേറെ നോക്കാം. ഇല്ലുമ്മ, കഴിയില്ല, ഒരിക്കലും കഴിയില്ല ഉമ്മ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുണ്ടുമ്മ അവളുടെ വയറ്റിലെ. ഉമ്മ എന്തേ പറയുന്നത്? പൊന്നുമോനെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, നീ വിഷമിക്കല്ലേ. ഉമ്മ ദേഷ്യവും സങ്കടവും കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. പൊന്നുമോനെ അവൾ പോയിക്കോട്ടടാ, അവളെ വേണ്ട നമുക്ക്. ഉമ്മ അപ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്ത് അവൻ സക്കീർ ഉസ്താദിനെ വിളിച്ചു. ഹലോ സക്കീർ ഉസ്താദേ, ഞാൻ എന്തൊക്കെ കേട്ടത്? എന്താ സംഭവിച്ചത്? ഉമ്മ പറയണ കേട്ടോ? അത് എന്താടാ ഞാൻ നിന്നോട് പറയാ? പറയടാ, സത്യം പറ. അത് സീനത്ത് പോയടാ. ഓള് പോണേക്ക് പോയിക്കോട്ടെ, എന്തിനാ നമുക്ക് അങ്ങനെ? എടാ എല്ലാവരും എന്താ അങ്ങനെ പറയുന്നത്? അവളുടെ വീട്ടിലേക്കല്ലേ പോയത്, അതിനെന്താ പ്രശ്നമല്ലല്ലോ. അല്ലടാ, പിന്നെ എങ്ങോട്ടാണ് പോയത്? പറയടാ, സത്യം പറ. എന്നോട് അത് സത്യം പറയുന്നില്ലല്ലേ? എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? ഷെഫി ഉസ്താദ് പൊട്ടിക്കരയുകയാണ്. സക്കീർ ഉസ്താദിന് അത് പറയാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ? അങ്ങ് ദൂരെ അറബ് നാട്ടിലാണ് അദ്ദേഹം. ഷെഫി ഉസ്താദ് തനിച്ചാണ്, ആരുമില്ല, കൂട്ടുകാരൊന്നുമില്ല. ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ സഹിക്കുമോ? തൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയി എന്നുള്ളത്. അതുമല്ല, അതിന് മുമ്പ് അങ്ങനെ ഒരു വിഷലുണ്ടായിട്ട് ഒരുപാട് സങ്കടപ്പെട്ടതാണ് ഷെഫി ഉസ്താദ്. അന്ന് ഒരുപാട് സങ്കടപ്പെട്ടു. എന്നോട് കരഞ്ഞു പറഞ്ഞാണ്, അല്ലാ എടാ സഖി, എനിക്ക് ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ പഠിച്ചോന് തട്ടി അകറ്റുകയാണല്ലോ എന്നിൽ നിന്ന്. അന്ന് എന്നോട് ഒരുപാട് കരഞ്ഞ് പറഞ്ഞ് മാസങ്ങളെടുത്തു അതിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടിയിട്ട്. അതിനെടുക്കാണ് ഇങ്ങനെ ഒരു കല്യാണമൊക്കെ ഉണ്ടായത്. ഇപ്പം റബ്ബേ ഈ ഒരു ഇതും കൂടി ആയപ്പോൾ അള്ളാഹു എന്ത് റഹ്മാനെ ഞാൻ പറയാം. ഷെഫി ഉസ്താദിനോട് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ട് എടാ അവൾ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയിക്കണേ. അങ്ങനെ പറഞ്ഞ് നൈസായിട്ട് രക്ഷപ്പെടുകയായിരുന്നു. ആരാരും തന്നെ പറയുന്നില്ല ഷെഫി ഉസ്താദിനോട് അവൾ രാജേഷിൻ്റെ കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. കാരണം ആ നാട്ടിലെ തന്നെ എല്ലാ പെണ്ണുങ്ങളെയും വലയിലാക്കുന്നൊരു ഗുണ്ടയാണ് അവന്. അവൻ്റെ കെണിയിൽ പെട്ടാൽ എല്ലാവരും അവൻ്റെ കൂടെ പോകും. അവൻ അങ്ങനത്തെ ഒരു മാന്ത്രിക ശക്തിയുള്ള ഒരു ഷെയ്ത്താനാണ് എന്ന് തന്നെ പറയാം. റബ്ബേ, ഇവനെന്താ ഈ നാട്ടിലത്തെ പെണ്ണുങ്ങളെയൊക്കെ? പാവൻ്റെ ഉസ്താദ്. ശരിക്കും സക്കീർ ഉസ്താദിന് സങ്കടം വന്നു. ഉമ്മ മോനെ എന്താടാ, ആരോടാ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയണേ? സക്കീർ ഉസ്താദിൻ്റെ ഉമ്മ അവൻ്റെ അരികിൽ വന്നു. ഉമ്മ ഈ പെണ്ണുങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റൂരല്ലേ? എന്താടാ? അല്ലമ്മ, പെണ്ണുങ്ങളൊക്കെ ചതിയന്മാരല്ലേ? എന്താടാ ഈ പറയണത്? ഉമ്മ എൻ്റെ കൂട്ടുകാരൻ ഷെഫിൻ്റെ കാര്യം ആലോചിച്ചിട്ടേ എനിക്കൊന്നും ആ പെണ്ണെ കെട്ടണ്ടട്ടോ, എനിക്ക് പൂതിയില്ല. മോനെ സോലിഹത്തായ പെൺകുട്ടികൾ ഉണ്ടാവുമല്ലോ ഉമ്മ, ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എപ്പോഴാണ് പോലെ മനസ്സ് മാറാൻ പറയാൻ പറ്റില്ല. കല്യാണം കഴിക്കുമ്പോഴും
ഇഷ്ടപ്പെടുമ്പോഴൊക്കെ സ്വാലിഹത്തായിരിക്കും, പിന്നീട് അങ്ങോട്ട് ഓരോ കെണിയിൽ വീണ് അവർ കാഫിറായി തീരുന്ന അവസ്ഥയാണ് ഉമ്മ. ഉമ്മ എന്ത് നിങ്ങൾ പൊന്നുമോനെ എന്ത് ഒന്ന് തെളിയിച്ച് പറ ഉമ്മ. ഞാൻ നിങ്ങളോട് എങ്ങനെ ഇത് പറയാം? പറയടാ ഉമ്മ. ഷെഫി ഉസ്താദ് എൻ്റെ കൂട്ടുകാരൻ, ഓൻ്റെ രണ്ടാമത്തെ ശരിക്കും ഓൻ കെട്ടിയ പെണ്ണ് ഓൻ മറ്റൊരുത്തൻ്റെ കൂടെ പൊയ്ക്കണ്. ആ രാജേഷില്ലേ അന്ന്. യാ റബ്ബേ, പഠിച്ചോനെ എന്താ റഹ്മാനെ ഞാനീ കേൾക്കണത്? അല്ലാ പഠിച്ചോനെ, എന്നിട്ട് ഓനെ അറിഞ്ഞിക്കണോ? ഉമ്മ പറയാൻ കഴിയണില്ല പൊന്നു മോനെ, അറിയിക്കാഞ്ഞാലും വയ്യ അറിയിച്ചാലും വയ്യ അറിഞ്ഞ പോലെ ആയല്ലോ. എന്താ റബ്ബേ ഈ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ബുദ്ധി വരുന്നത്? തീരെ ഒരു ബുദ്ധി ഇല്ലല്ലോ നിങ്ങൾക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു തെരുവിലൊക്കെ ഉണ്ട് ഇറക്കി വിടൂലേ? ഓലെ ആവശ്യം കഴിഞ്ഞാൽ ഓലെ ചവറ്റുകൊട്ടയിൽ എറിയണ പോലെ എറിയില്ലേ? ഓലെ മേത്തുള്ള പൊന്നും പണ്ടും ഒക്കെ എടുത്തിട്ട് ഒക്കെ ഒന്നിനും പറ്റാതാകുമ്പോൾ ഒഴിവാക്കി വിടും. എന്നിട്ട് യാചിക്കേണ്ടി വരും ഓൽക്കൊക്കെ അവസ്ഥ. റബ്ബേ, ഓരോ ഈ കുട്ടികളെ ബുദ്ധി പോണ പോക്ക്. ഇവൽക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ റബ്ബേ? ഉമ്മ നീ നിങ്ങളായിട്ട് ബഹളം വെക്കണ്ട. അല്ല മോനെ, ഞാനിത് എന്താ കേട്ടിട്ട് വല്ലാത്തൊരു ഇടങ്ങാറടാ. പൊന്നു മോനെ, നമുക്ക് ഓലെ വീട്ടിൽ വന്ന് വേണ്ടമ്മ. അവരെ വീട്ടുകാർ ആ കുട്ടിയുടെ ഉമ്മ ഇപ്പം എത്ര വിഷമിക്കുന്നുണ്ടാവും. ഓരോ ഭർത്താവിൻ്റെ ഉമ്മ എത്ര വിഷമിക്കുന്നുണ്ടാവും. ഓനെ അറിഞ്ഞിട്ടില്ല സംഭവം. എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല. എന്നാൽ ഈ സമയം അതാ അവളുടെ വീട്ടുകാർ, സീനത്തിൻ്റെ വീട്ടുകാർ കരഞ്ഞു തളർന്നിരിക്കുകയാണ്. ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഉമ്മക്ക് ബോധം തന്നെ ശരിക്കും കിട്ടുന്നില്ല. തൻ്റെ മകൾ ഏതോ ഒരു ഹിന്ദു സഹോദരൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിഞ്ഞത് മുതൽ ആകെ ഇടങ്ങാറിലാണ്. എന്നാൽ ആങ്ങൾ ഷിഹാബും ആകെ വിഷമിച്ചു. റബ്ബേ, ആ രാജേഷിനൊക്കെ പോലീസുകാരാണ് ഇവിടെ കൂട്ട്, അവന് സപ്പോർട്ട്. ഞാൻ എന്തൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിലും റബ്ബേ, എൻ്റെ പെങ്ങള് എന്തൊരു തെറ്റ് ചെയ്തു പോയത്, അടിച്ച് എറിഞ്ഞ് കൊല്ലാണ് ഞമ്മളെ ഉമ്മ വേണ്ടത്. അവന് ദേഷ്യവും സങ്കടവും വന്നു. ഉപ്പ കരഞ്ഞിരിക്കുകയാണ്. മോനെ, എൻ്റെ കുട്ടിനെ തിരിച്ചു കിട്ടുമോ? എൻ്റെ കുട്ടി. ഉപ്പ നിങ്ങളും കൂടി കരയില്ലിപ്പാ. എനിക്ക് കരഞ്ഞുള്ളത് എൻ്റെ ഉമ്മ ഒരു ഭാഗത്ത് അതാ ബോധം കെട്ട് കിടക്കുകയാണ്. എനിക്ക് ഉപ്പ നിങ്ങളാണ് എനിക്ക് ധൈര്യം തരാനുണ്ടായത്. നിങ്ങൾ കൂടി തളർന്ന ഇക്കാരാ പല കുട്ടിയെ നമ്മളെ മോള് കാട്ടിൽ കണ്ടില്ലേ, വല്ലാത്തൊരു സങ്കടമായി പോയി മോനെ. ഉപ്പ അവരെവിടെ ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ട്. എന്താ ചെയ്യുക, ഓള് ഇതായത്ത് ഒഴിവാക്കി പോയത് നമ്മളെ കുറ്റമല്ലല്ലോ, ഓളോളം ഇഷ്ടം പോലെ. മോനെ, വല്ലാത്തൊരു മുസ്ലിമായി ജനിച്ചിട്ട് ഹിന്ദുവായി ജീവിക്കേണ്ട ഒരവസ്ഥ. എൻ്റെ കുട്ടിയെ ഞാൻ എത്ര പഠിപ്പിച്ചുണ്ടാക്കിയതാ ബാപ്പാ. ഞാൻ എൻ്റെ പെങ്ങളെ കൈ പിടിച്ച് മദ്രസയിലേക്ക് കൊണ്ടുപോകുന്നതും വരുന്നതും അവൾക്ക് കിതാബ് ഓതി പഠിപ്പിച്ച് കൊടുക്കുന്നതും എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പക്ഷേ അന്നൊന്നും അറിഞ്ഞില്ലല്ലോ ഓളൊരിക്കലും ഈ ചതി നമ്മളോട് ചെയ്യുമെന്ന്. ശരിക്കും ഇക്കാക്കയും ഉപ്പയും കരയുകയാണ്. ഉമ്മ കിടക്കുന്നത് കണ്ടില്ലേ? എന്താ ഉമ്മാൻ്റെ ഒരു അവസ്ഥ? ആറ്റുനോറ്റ് പോറ്റി ഉണ്ടാക്കിയ പൊന്നു മോളാണ് പോയത്. ആ ഉമ്മയുടെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും. എന്ത് ചെയ്യുക? അല്ല മോനെ, ഷെഫിനെ വിവരം അറിയിച്ചിക്കണോ? ബാപ്പാ അറിയിക്കാൻ വേണ്ടി വിളിച്ചു, പക്ഷെ കഴിഞ്ഞില്ലേ. എങ്ങനെ പറയും? അവരെയും കൂടെ ഇടങ്ങാറാക്കണ്ട, ബുദ്ധിമുട്ടാക്കണ്ട. അവരൊക്കെ അവിടെ ജീവിച്ചോട്ടെ. അവൾ അദ്ദേഹത്തെ ബ്ലോക്കൊക്കെ ആക്കിയെന്നൊക്കെ പറഞ്ഞു കേട്ടത്. മോനെ, നമ്മളെ കുട്ടിക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അവളായിട്ടത് ഒഴിവാക്കി. പൊന്നു മോനെ, ഷെഫി ഉസ്താദിനെ എങ്ങനെയെങ്കിലും അറിയിച്ചാളി. ഇനി മറച്ചു വെക്കണ്ട, അറിയിച്ചോളി. ഇനിയിപ്പോൾ എന്തിനറിയിക്കണം? ഉപ്പ എനിക്ക് കഴിയൂലപ്പാ, ഉപ്പ അറിയിച്ചോളി. മോനെ പറയട്ടെ, ഒരു പക്ഷേ അവൻ്റെ ഒരു ദുആ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? മോനെ ആ ഫോൺ നിർത്തേ. അപ്പോൾ തന്നെ ഷെഫി ഉസ്താദിൻ്റെ നമ്പറിലേക്ക് അതാ ഉപ്പ വിളിക്കുന്നു. എന്നാൽ പതിവിൽ തെറ്റി ഉപ്പയുടെ കോൾ കണ്ടപ്പോൾ ഷെഫി ഉസ്താദ് ഒന്ന് ഞെട്ടി. ഹലോ ഉപ്പ, അസ്സലാമു അലൈക്കും. മോനെ ഷെഫി, വലൈക്കും അസ്സലാം. ഉപ്പ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. മോനെ ഷെഫി, ഉപ്പ നിന്നോടൊരു കാര്യം പറഞ്ഞ മോനെ വിഷമിക്കുമോ? എന്താ ഉപ്പ? എല്ലാവരും എന്നെ വിളിച്ച് ഓരോന്നും പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്? ഉപ്പ പറയൂ. ആരും എന്നോടൊന്നും പറയുന്നില്ലല്ലോ ഉപ്പ.
അവൻ വിതുമ്പിപ്പോയി. മോനെ വിഷമിക്കണ്ട, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരും ക്ഷമയുള്ളവരുമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിധിയായിരിക്കും. പൊന്നു മോനെ, എൻ്റെ കുട്ടി, ഉപ്പ നിങ്ങൾ പറയും, എൻ്റെ കുട്ടി സീനത്ത് അവള് അവള് ആ രാജേഷിൻ്റെ കൂടെ പോയിക്കണല്ലോ. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിത്തെറിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് അതാ ഫോണ് താഴേക്ക് വീഴുന്നു. അല്ലാ, ഉസ്താദ് അതാ ബോധരഹിതനായി വീഴുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.